ഇന്ന് നാം പറയാൻ പോകുന്നത് ട്രീയെ കുറിച്ചാണ്. സെറ്റ്, റിലേഷൻ, ഫങ്ഷൻ, ഗ്രാഫ്, ദെൻ ട്രീ. എന്താണ് ട്രീ എന്ന് വെച്ചാൽ, ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ ഒരു ഗ്രാഫാണ് നമുക്ക് പറയാം. ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഗ്രാഫ് എന്താണെന്നും പറഞ്ഞതാണ്. ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ അതിൽ സർക്യൂട്ട്സുകളൊന്നും ഇല്ലാതിരുന്നാലും മതി. സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങുമായ വെർട്ടെക്സ് സെയിം ആവുക. ഒരു V1, E1, V2, E2 തുടങ്ങി ലാസ്റ്റ് V1 തന്നെ അവസാനിക്കുകയാണെങ്കിൽ അത് സർക്യൂട്ട് എന്ന് പറയും. ഒരു വെർട്ടെക്സിൽ ആരംഭിച്ചു അതേ വെർട്ടെക്സിൽ അവസാനിക്കുന്നതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സർക്യൂട്ട് അല്ല എങ്കിൽ അതിനെ നമുക്ക് ട്രീ എന്ന് കൺസിഡർ ചെയ്യാം. എ ഗ്രാഫ് അത് ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലാവാം, അതോ അല്ലെങ്കിൽ അൺഡയറക്റ്റഡ് ഗ്രാഫും ആവാം. അതായത് ഡയറക്ഷൻ ഉള്ളതാവാം, ഇല്ലാത്തതാവാം. എന്തായാലും അത് ട്രീ ആവാം. പക്ഷെ ഒറ്റ കണ്ടീഷനാണുള്ളത്, കണക്റ്റഡും ആയിരിക്കണം, അതേസമയം സർക്യൂട്ട് ആവാനും പാടില്ല. ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ആൻഡ് ഹാസ് നോ സർക്യൂട്ട്സ്, എ ഡയറക്റ്റഡ് ഗ്രാഫ് G ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കറസ്പോണ്ടിങ് അൺഡയറക്റ്റഡ് ഗ്രാഫ് ഈസ് എ ട്രീ. ഒരു ഡയറക്റ്റഡ് ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്ത് ഡയറക്റ്റഡ് ഗ്രാഫ് G ട്രീ ആണ് എങ്കിൽ അൺഡയറക്റ്റഡ് ഗ്രാഫും ട്രീ തന്നെ ആയിരിക്കും എന്നാണ് കണ്ടീഷൻ. അപ്പോൾ കണക്റ്റഡും ആയിരിക്കണം, സർക്യൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല. അതിനെയാണ് ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ഒരു ട്രീ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. എ ട്രീ വിത്ത് 4 വെർട്ടീസസ്, 4 വെർട്ടീസസും 3 എഡ്ജസുമുള്ള ഒരു ട്രീ ആണ് നമ്മുടെ ഫിഗറിലുള്ളത്. മറ്റൊരു ട്രീ ആണിത്. ഇതിൽ 7 വെർട്ടീസസ് ഉണ്ട്. എ ട്രീ വിത്ത് 7 വെർട്ടീസസ്, 7 വെർട്ടീസസും 6 എഡ്ജസുമാണ് ഉള്ളത്. ഇനി ഒരു ട്രീയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്ന പ്രോപ്പർട്ടി, എ ട്രീ ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സർക്യൂട്ട്സ് ഓർ ലൂപ്സ്. നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ട്രീ എന്താണ് എന്ന് പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഒരു ട്രീ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ഗ്രാഫാണ്. സർക്യൂട്ടുകളോ ലൂപ്പുകളോ ഒന്നും ഉണ്ടാവില്ല. സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അതിലേക്ക് തന്നെ ഒരു കണക്ഷൻ വരാറുണ്ടല്ലോ, അതും ഉണ്ടായിരിക്കില്ല. ലൂപ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ടല്ലോ, സെൽഫ് ലൂപ്പുകൾ, അങ്ങനെയുള്ള ലൂപ്പുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇതിൽ തുടങ്ങി ഇങ്ങനെ അവസാനിക്കാനും പാടില്ല, സർക്യൂട്ട് ആവാനും പാടില്ല. അങ്ങനെയാണ് നമുക്കതിനെ ട്രീ എന്ന് പറയാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇൻ എ ട്രീ ദർ ഈസ് നോ വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടിസസ്. ഓരോ ജോഡി വെർട്ടിസസ് ഇടയിലും ഒരൊറ്റ പാത്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ട്രീ എന്ന് പറയുമ്പോൾ ചിന്തിച്ചാൽ മതി, റൂട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഭാഗം, അതിന് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരുന്നൊരു ഭാഗം ഉണ്ടായിരിക്കില്ല. ശരിക്കും എന്താണ്, അങ്ങോട്ട് പോകുന്നൊരു ഭാഗം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ കണ്ടില്ലേ, V1 V2ലേക്ക്, V1 V3ലേക്ക്. അതേസമയം ഇങ്ങോട്ടോ ഡയറക്ഷൻ മാറിയൊന്നും വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇഫ് ഇൻ എ ഗ്രാഫ് ദർ ഈസ് എ യൂണിക്, അതായത് വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ഓഫ് വെർട്ടിസസ്, ദെൻ ഗ്രാഫ് ഈസ് എ ട്രീ. ഒരു ഗ്രാഫ് എന്ന കണ്ടീഷനിൽ 2 വെർട്ടിസസ് ഇടകളിൽ ഒറ്റ പാത്ത് മാത്രമേ, അതായത് ഒറ്റ പെയർ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എങ്കിൽ അതിന് നമുക്ക് ട്രീ എന്ന് പറയാം. ആ ട്രീൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സെക്കൻഡ് വൺ പറഞ്ഞ അതേ പ്രോപ്പർട്ടി തന്നെയാണ് അത് ഗ്രാഫിലായി പറയുന്നുള്ളൂ. ഗ്രാഫാണ്, ആ ഗ്രാഫിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ അത് ട്രീ ആയി എന്ന് പറയാം. എ ട്രീ വിത്ത്, നാലാമത്തെ പ്രോപ്പർട്ടി, എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ്. ഒരു ട്രീയിൽ n വെർട്ടിസസ് ഉണ്ടെങ്കിൽ അതിൽ n-1 എഡ്ജസ് ഉണ്ടായിരിക്കും. അതായത് ഒരു 10 വെർട്ടിസസ് ഉണ്ടെങ്കിൽ 9 എഡ്ജ് ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇതിൽ 4 വെർട്ടിസസ് ഉണ്ട്. 1 2 3 4 വെർട്ടിസസ് ഉണ്ട്. എഡ്ജസ് 1 2 3. അപ്പോൾ 4ആണ്, അതായത് n വെർട്ടിസസ്, അതായത് n വെർട്ടിസസ് എന്ന് പറയുന്നത് 4ആണ്. n-1 എഡ്ജസ്, 3 എഡ്ജസ്. കറക്റ്റാണല്ലോ. അടുത്ത് നോക്കാം. ഇതിൽ 1 2 3 4 5 6 7
വെർട്ടിസസ് ഉണ്ട്, എഡ്ജസ് 1 2 3 4 5 6 എഡ്ജസ്. അപ്പോൾ എന്നേക്കാളും ഒന്ന് കുറവായിരിക്കും എഡ്ജസിൻ്റെ എണ്ണം എന്നാണ് പറയുന്നത്. നമ്മുടെ ചിത്രം വെച്ചിട്ട് നമുക്ക് അത് മനസ്സിലാവാം. എ ട്രീ വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ഹാസ് n-1 എഡ്ജസ് ദെൻ ഇറ്റ് ഈസ് എ ട്രീ. അത് നാലാമത്തെ പ്രോപ്പർട്ടി തന്നെ ഗ്രാഫിലേക്ക് ആക്കി പറയും. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് ട്രീൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു, അത് തന്നെ മൂന്നാമത്തേതായിട്ട് പറഞ്ഞത് അതേ സംഭവം തന്നെയാണ്. ഗ്രാഫിൽ ഈ ഒരു കണ്ടീഷൻ വന്നാൽ അത് ട്രീ ആയി എന്ന്. അതേപോലെ തന്നെയാണ് നാലാമത്തെ പ്രോപ്പർട്ടി ട്രീൻ്റെ കണ്ടീഷൻ പറഞ്ഞു. അഞ്ചാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താണ്, ഒരു കണക്റ്റഡ് ഗ്രാഫിൽ ഈ ഒരു കണ്ടീഷൻ വന്നാൽ അത് ട്രീ ആയി എന്നാണ് പറയുന്നത്. ഇഫ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് ഒരു കണക്റ്റഡ് ഗ്രാഫിൽ n വെർട്ടിസസും n-1 എഡ്ജസുമാണ് ഉള്ളത് എങ്കിൽ അതിന് നമുക്ക് ട്രീ എന്ന് പറയാം. ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എ ഗ്രാഫ് വിത്ത് നോ സർക്യൂട്ട് ഹാസ് n വെർട്ടിസസ് ആൻഡ് n-1 എഡ്ജസ് ദെൻ ഇറ്റ് ഈസ് എ ട്രീ. ഒരു ഗ്രാഫിൽ സർക്യൂട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇത് മൂന്നും എല്ലാ പ്രോപ്പർട്ടീസും കൂടി ചേർത്ത് പറയുകയാണ്. ഒരു ഗ്രാഫിൽ സർക്യൂട്ട്സുകളൊന്നുമില്ല, n വെർട്ടിസസ് ഉണ്ട്, n-1 എഡ്ജസ് ഉണ്ട്, അങ്ങനെ എല്ലാ കണ്ടീഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രീ ആണ് എന്ന് കൺഫേം ചെയ്യാം. ഇനി ആൻ ഓർഡേർഡ് ഡയറക്റ്റഡ് ട്രീ ഈസ് എ ഡയഗ്രാഫ് സാറ്റിസ്ഫൈ ദ ഫോളോവിങ് കണ്ടീഷൻ. ഒരു ഓർഡേർഡ് ഡയറക്റ്റഡ് ഗ്രാഫ്, കറക്റ്റായിട്ടൊരു ഓർഡറുള്ള ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഡയഗ്രാഫിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ, ദർ ഈസ് വൺ വെർട്ടസ് കോൾഡ് ദ റൂട്ട് ഓഫ് ദ ട്രീ വിച്ച് ഈസ് ഡിസ്റ്റിങ്വിഷ്. അവിടെ ഒരു വെർട്ടസ് ഉണ്ടായിരിക്കും, അത് ആ വെർട്ടസ് റൂട്ടാണ് എന്ന് കൺഫേം ചെയ്യണം. അത് റൂട്ടാണ് കൺഫേം ചെയ്യണമെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു ട്രീ എടുക്കാം. ഇത് തുടങ്ങുന്നത് V1-ലാണ്. V1-ൽ നിന്ന് എവിടെ നിന്നും ഇങ്ങനൊരു ബ്രാഞ്ച് ഇല്ല. അങ്ങനെ ഒരു ബ്രാഞ്ച് എവിടെ നിന്നും വരുന്നില്ല എങ്കിൽ അതിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്നതാണ് റൂട്ട്. ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വെർട്ടസിനെ പ്രിഡിസസർ എന്നാണ് പറയുക. പ്രിഡിസസർ. ഇവിടെ വരുന്നതിനെ സക്സസർ എന്നാണ് പറയുക. പ്രിഡിസസറും സക്സസറും. അപ്പോൾ ഈ V1-ന് പ്രിഡിസസർ ഇല്ല. ഈ V1-ന് പ്രിഡിസസറായിട്ട് ആരുമില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം വെർട്ടസിനെയാണ് നമ്മൾ റൂട്ടായിട്ട് പരിഗണിക്കാറ്. പ്രിഡിസസർ ഒന്നുമില്ലാത്ത ഒന്നിനെയാണ് റൂട്ടായിട്ട് പരിഗണിക്കാറ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ആ റൂട്ടിൽ നിന്ന് വരുന്ന ബ്രാഞ്ചുകളാണ്, സക്സസേഴ്സാണ്. V1 എന്നുള്ളത് ഇപ്പോൾ V1 V2 എന്നുള്ള കണ്ടീഷനിൽ V2 എന്നുള്ള സക്സസറും V1 എന്നുള്ള പ്രൊഡ്യൂസറുമാണ്. ഇവിടെ V3 സക്സസറും V1 പ്രൊഡ്യൂസറുമാണ്. ഇവിടെ V4 സക്സസറും V1 പ്രൊഡ്യൂസറാണ്. അതിങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും. V4 to V7 ഇവിടെ സക്സസറും ഇത് പ്രൊഡ്യൂസറുമാണ്. അങ്ങനെയാണ് പ്രൊഡ്യൂസറും സക്സസറും. അപ്പോൾ പ്രൊഡ്യൂസർ ഇല്ലാത്ത വെർട്ടസിനെയാണ് നമ്മൾ റൂട്ടായിട്ട് പരിഗണിക്കുന്നത്. ദർ ഇസ് വൺ വെർട്ടസ് കോൾഡ് ദ റൂട്ട്, അതിനെയാണ് റൂട്ടായിട്ട് പരിഗണിക്കും. ഫ്രം ഓൾ ദ അതർ വെർട്ടിസസ് ആൻഡ് ദ റൂട്ട് ഹാസ് നോ പ്രൊഡ്യൂസർ ഒന്നുമില്ലാത്ത വെർട്ടസിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. ദർ ഈസ് എ ഡയറക്റ്റഡ് പാത്ത് ഫ്രം ദ റൂട്ട് ടു എവറി അതർ വെർട്ടസ്. റൂട്ടിൽ നിന്നും ഡയറക്റ്റായിട്ടൊരു പാത്ത് എല്ലാ വെർട്ടസിലേക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. V1 V2 പാത്തുണ്ട്, V3 V4 V3 V5 V3 V6 V3 V7 ഡയറക്റ്റായിട്ടൊരു പാത്തുണ്ട്. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എവറി വെർട്ടസ് എക്സെപ്റ്റ് ദ റൂട്ട് ഹാസ് എക്സാക്ട്ലി വൺ പ്രൊഡ്യൂസർ. എല്ലാ വെർട്ടക്സിനും, അതായത് റൂട്ട് ഒഴികെയുള്ള എല്ലാ വെർട്ടക്സിനും ഒരു പ്രൊഡ്യൂസറെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതും കറക്റ്റാണ്, നമുക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ V1 മാത്രമേ പ്രൊഡ്യൂസർ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാറ്റിനും V2 പ്രൊഡ്യൂസർ ഒന്നുണ്ട്, V3 ഉണ്ട്, V4 ഉണ്ട്, V7 ഉണ്ട്, V6 ഉണ്ട്. എല്ലാറ്റിനും ഒരു പ്രൊഡ്യൂസറെങ്കിലും മിനിമം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്.
നാലാമത്തെ കണ്ടീഷൻ പറയുന്നത് the successor of each vertex are ordered from the left. The successors of each, ഓരോ വെർട്ടക്സിൻ്റെയും സക്സസേഴ്സിനെ ഓർഡർ ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഫ്രം ദ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പറയുക എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫിഗറിൽ ഇപ്പോൾ V1ൻ്റെ സക്സസേഴ്സാണ് V2, V3, V4. ഇത് മൂന്നും V1ൻ്റെ സക്സസേഴ്സാണ്. അപ്പോൾ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്നാണ് ഓർഡർ ചെയ്യുക എന്നാണ് പറയുന്നത്. ലെഫ്റ്റിൽ നിന്ന് ഓർഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇത് 1 to 2 ഇത് 3, V2വിൽ നിന്ന് V3, V4 ഇങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഓർഡറിങ്ങിന് പ്രാധാന്യമുണ്ട്. ലെഫ്റ്റിൽ നിന്നാണ് ഓർഡർ ചെയ്യപ്പെടുക. അപ്പോൾ V2, V3, V4 ആ ഒരു ഓർഡറിലാണ് സക്സസേഴ്സ് പോവുക. അതാണ് പറയുന്നത്. നമ്മൾ വെർട്ടസിൻ്റെ ഓർഡറിൽ എഴുതാനൊക്കെ പറയുമ്പോൾ എഴുതുന്ന രീതിയാണ് V1, V2, V1 പിന്നെ V3 ആണ്, V1 to V4. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് ഇങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ 4, 5, 6 അങ്ങനെ ഓർഡർ ചെയ്തിട്ട് പോകണം. ഇനി എന്താണ് ബൈനറി ട്രീ എന്നാണ് പറയുന്നത്. എ ബൈനറി ട്രീ ഈസ് എ ട്രീ ഇൻ വിച്ച് ദ ഡിഗ്രി ഓഫ് ദ റൂട്ട് ഈസ് 2. ഒരു റൂട്ടിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് എങ്കിൽ നമുക്കതിനെ ബൈനറി ട്രീ എന്ന് പറയാം. ദ റിമൈനിങ് വെർട്ടസസ് ആർ ഓഫ് ഡിഗ്രി 1 or 3. ബാക്കിയുള്ള വെർട്ടസിൻ്റെ എല്ലാം ഡിഗ്രി 1 or 3 ആവുകയും വേണം. അങ്ങനെ രണ്ട് കണ്ടീഷൻ ഒബേ ചെയ്യുന്നതിനെ നമുക്ക് ബൈനറി ട്രീ എന്ന് പറയാം. അതായത് റൂട്ടിൻ്റെ ഡിഗ്രി 2ഉം ബാക്കിയുള്ള വെർട്ടസിൻ്റെ ഡിഗ്രി 1 അല്ലെങ്കിൽ 3 അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ട്രീയെ നമുക്ക് ബൈനറി ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻ എ ബൈനറി ട്രീ എനി വെർട്ടസ് ഹാസ് അറ്റ്മോസ്റ്റ് 2 സക്സസർ. ഒരു ബൈനറി ട്രീയിൽ മാക്സിമം 2 സക്സസേഴ്സേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഏതൊരു വെർട്ടസിനും മാക്സിമം 2 സക്സസേഴ്സ് ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ ബൈനറി ട്രീ ഡിഗ്രി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ V1ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് V1ന് എത്ര സക്സസേഴ്സ് ഉണ്ട് അതാണ് V1ൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞത്. 1, 2, 3. ഇവിടെ V1 ഡിഗ്രി എന്ന് പറഞ്ഞത് 3 ആണ്. പക്ഷേ ബൈനറി ട്രീൻ്റെ കണ്ടീഷൻ പ്രകാരം ഒരു റൂട്ട് 2 ആവാൻ പാടുള്ളൂ. അതായത് ട്രീയിലെ റൂട്ടിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആവാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ബൈനറി ട്രീ ആണ് എന്ന് പറയാൻ കഴിയില്ല, ട്രീ ആണ് എന്നേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കിക്കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ബൈനറി ട്രീ ആണോ എന്ന് പറയാൻ പറ്റും. V1ൽ നിന്ന്, അതായത് V1 ആണ് റൂട്ട്, ഇന്ന് 2 വെർട്ടസാണ് പോയിട്ടുള്ളത്, ബാക്കിയെല്ലാം 1 2 ആണ് ഉള്ളത്. ഇതൊരു ബൈനറി ട്രീ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ആദ്യം റൂട്ടിൽ നിന്ന് 2 വെർട്ടസ് ആയതുകൊണ്ട് ആ കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ട്. ബാക്കി കണ്ടീഷൻ എന്താ പറയുന്നത്? 2 കണ്ടീഷനാണ് പറയുന്നത്. ഒന്ന്, റൂട്ടിൽ നിന്ന് 2 വെർട്ടസേ പാടുള്ളൂ, അതായത് ഡിഗ്രി 2 ആവാനേ പാടുള്ളൂ. മറ്റത് 1 3 ആവാനേ പാടുള്ളൂ. അല്ല, അവിടെ 2 വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതൊരു ബൈനറി ട്രീ അല്ല, 1 or 3 ആണ് പറയുന്നത്. അതുകൊണ്ട് ബൈനറി ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അത്രയാണ് ട്രീയിൽ നമുക്ക് പറയാനുള്ളൂ. ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും TOC പേപ്പറിൽ ട്രീയെക്കുറിച്ച് പറയുന്നില്ല, കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓൾറെഡി ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പേപ്പറിൽ ഇത് പറയുന്നതുമാണ്. ഓക്കെ, താങ്ക് യു.